ഹലോ ഹായ് ഫ്രണ്ട്സ് ഗ്രൂപ്പിനിടയിൽ ഊക്ക് കിട്ടുന്നവരാണോ നിങ്ങൾ, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് തന്നെ ഊക്ക് വാരിക്കൂട്ടുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ പുല്ല് എന്ത് പരസ്യം. അതായത് ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങളുടെ കഥയാണ്, നമ്മുടെ കഥയാണ്. പുല്ല് തെലുങ്ക് സിനിമയിൽ ഇത്ര റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു നായകൻ വേറെ ഇല്ല. അതെ, നമ്മളിന്ന് കാണാൻ പോകുന്നത് ലോകത്തുള്ള എല്ലാ ആൾക്കാരുടെ കയ്യിൽ നിന്നും ഊക്കുകൾ വാരിക്കൂട്ടി അങ്ങനെ അതിനൊക്കെ അവസാനം പ്രതികാരം ചെയ്ത നമ്മുടെ ഗാരുവിന്റെ കഥയാണ്. ആൻഡ് ഊക്ക് സ്റ്റോറി. അപ്പോൾ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ലെറ്റ്സ് വാച്ച് മാസ്റ്റർ താര. അങ്ങനെ ഈ വീഡിയോ തുടങ്ങുമ്പോൾ നിങ്ങളെ ഞാൻ ഫസ്റ്റ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു മിസ്റ്റർ ഊക്ക് വണ്ടി മാസ് ആക്ഷൻ സ്റ്റാർ രവിതേജ് ഗാരു. ബൈ ദ വേ, ഇങ്ങേര് ചില മണ്ടന്മാരെ പോലെ ബുദ്ധിയൊന്നും ഇല്ലാതെ വെറും മാസ് ആക്ഷൻ മാത്രമല്ല കേട്ടോ. ഇങ്ങേര് ഇതിൽ ഷെർലോക്ക് ഹോംസ് ലെവൽ ഐക്യൊക്കെ ഉള്ള ഒരു പോലീസ് ഓഫീസർ കൂടെയാണ്. കള്ള ലെറ്റർ സാറേ ഇത്. ചെറിയ കൊച്ചിന് പോലും വായിച്ചാൽ മനസ്സിലാവും. ഇതിലിപ്പോ കുത്തിടേണ്ടടുത്ത് കോമ ഇട്ടു, കോമ ഇടേണ്ടടുത്ത് വള്ളിയും ഇട്ടു. പിന്നല്ല, കണ്ടില്ലേ നമ്മുടെ അണ്ണൻ കുത്തും കൊമയും പോലുള്ള ഗ്രാമാറ്റിക്കൽ എറേഴ്സ് ഒക്കെ വെച്ച് കള്ള ലെറ്റർ ആണെന്ന് കണ്ടെത്തിയത്. ഭയങ്കരം തന്നെ. ബൈ ദ വേ, ഗാരു അത് എന്തിനുള്ള ലെറ്റർ ആയിരുന്നു? സൂയിസൈഡ് ലെറ്റർ. പാവി, അപ്പൊ ആത്മഹത്യക്കുറിപ്പായിരുന്ന കുത്തും കൊമയൊന്നും ഇട്ടില്ല എന്ന് പറഞ്ഞ് കള്ള ലെറ്റർ ആണെന്ന് പറഞ്ഞത്? ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതി ആകെ കോളമാക്കി വെച്ചിരിക്കുക. അപ്പോൾ എനിവേ, ഗാരു ഇങ്ങനെ ഓടി നടന്ന് നാട്ടിലെ ക്രൈംസ് ഒക്കെ സോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പുള്ളി ആക്ച്വലി ഒരു റെയിൽവേ പോലീസാണ്. ഞാൻ സാധാരണ റെയിൽവേ പോലീസ് ഒന്നുമല്ല. അതെ, സാധാരണ പോലീസ് ഒന്നുമല്ല. ഇങ്ങനെ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന നാട് മൊത്തം നന്നാക്കുന്ന ഒരു റെയിൽവേ പോലീസാണ്. ക്രിമിനൽ പോലീസാ. മാറി നിൽക്ക്. ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ആ നാടൊക്കെ നന്നാക്കുന്നതുകൊണ്ട് തന്നെ ആ നാട്ടിലെ ആൾക്കാർക്കൊക്കെ ഗാരുവിന് ഭയങ്കര കാര്യമാണെന്ന്. കോപ്പാണ്. ആരാ നിങ്ങളൊക്കെ? റെയിൽവേ പോലീസ്. എന്നാ റെയിൽവേ സ്റ്റേഷനിൽ പോയി നിൽക്കി. എന്തിനാ ഇങ്ങോട്ട് വന്ന്? അങ്ങനെ എനിവേ, നാട് നന്നാക്കുന്നതും പിന്നെ ഇത്രയും ബ്രില്യൻ്റ് ആയി കേസൊക്കെ തെളിയിക്കുന്നതും കൊണ്ട് തന്നെ കുത്തിടേണ്ടടുത്ത് കോമ ഇട്ടു. ഹയർ ഓഫീസേഴ്സ് നേരെ ട്രാൻസ്ഫർ ചെയ്ത് ഗാരുവിനെ കുന്നംകുളം അമേരിക്ക നന്നാക്കാനായിട്ട് അയക്കും. അതായത് ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാം കോമൺ ആണ്. താനെന്തിന് സൗണ്ട് കേട്ടോ? ഇതൊക്കെ കോമണാ സാർ. ബുള്ളറ്റ് സൗണ്ട് കോമൺ ആണെന്നോ? ഇതൊക്കെ നടക്കുന്നത് കോമൺ ആയിട്ടുള്ള കാര്യ സാർ. മൊയിലിനെ വെടിവെച്ച് കൊല്ലുന്നത് കോമൺ ആണെന്നോ? കഞ്ചാവോ? ആ, കഞ്ചാവ് വലിക്കുന്ന പബ്ലിക് ആയിട്ടാണോ കഞ്ചാവ് വലിക്കുന്നത്? അടിക്കില്ല സാർ, ഇതൊക്കെ പതിവുള്ളതാ. പക്ഷെ ഇനി ഈ നാട്ടിൽ ഇങ്ങനത്തെ പരിപാടികളൊന്നും നടക്കും നിങ്ങൾ വിചാരിക്കേണ്ട. കാരണം വന്നിരിക്കുന്നത് അവന്റെയൊക്കെ തന്തേ. ഈ കുന്നംകുളം അമേരിക്ക ഒന്നും പുള്ളിക്കൊരു വിഷയമല്ല. കാരണം നിങ്ങൾക്ക് അറിയാലോ, ഗാരു ഒരു സാധാരണ റെയിൽവേ പോലീസ് അല്ല, ക്രിമിനൽ പോലീസാ. പക്ഷെ ചെറിയൊരു പ്രശ്നം എന്താ വെച്ചാൽ ആ കാര്യം ഇവിടുത്തെ ആൾക്കാർക്കൊന്നും അറിയില്ലാന്ന് തോന്നുന്നുണ്ട്. സാറ് റെയിൽവേ പോലീസ് ആണെങ്കിലേ പ്ലാറ്റ്ഫോം ക്ലീൻ ആണോ അല്ലയോ, ട്രെയിനിൽ ആരെങ്കിലും വേസ്റ്റ് ഇടുന്നുണ്ടോ, അത് പുറത്തെറിയുന്നുണ്ടോ, ഇതൊക്കെയാണ് നോക്കേണ്ടത്. അല്ല, റൂൾസ് അറിയില്ലാന്ന് തോന്നുന്നു. ഗാരു ക്രിമിനൽ ഓഫീസർ. ക്രിമിനൽ പോലീസാ. എന്നെ ഡ്യൂട്ടി പഠിപ്പിക്കാൻ താൻ വരണ്ട. തന്റെ ലിമിറ്റ്സിൽ വേണം താൻ നിൽക്കാൻ. എന്താണോ നോക്കുന്നതെന്ന്? മതി സാർ, പ്രശ്നം ഉണ്ടാക്കണം സാർ. എന്ത് പ്രശ്നം ഉണ്ടാക്കാൻ? ഇവിടെ കരഞ്ഞു മെഴുകാനോ? സാർ മതി സാർ. അതെ, മതി സാർ. ഊക്കിയത് മതി സാർ. വാടാ, പാവൻ ചമ്മി പോയി. അതിന്റെ അടക്കം നമ്മുടെ ഗാരി കൊടുക്കുന്ന മാസ് ലുക്ക് നോക്കിയേ. എല്ലാവരും വായിൽ പിരിവെട്ടിയ പിന്നെ മിണ്ടാതിരിക്കുന്നതാ നല്ലത്. ഇനിയും ഊക്ക് കിട്ടാതിരിക്കാൻ അത് സഹായിക്കും. ബൈ ദ വേ, ഇങ്ങനെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ മാത്രമല്ലായിരുന്നു പോയത്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലും കൂടെ ലൈറ്റായിട്ടൊന്ന് കേറിയിട്ടുണ്ടായിരുന്നു. ഈ സാമൂഹ്യ വിരുദ്ധര് അർദ്ധരാത്രി തോക്കും കൊണ്ട് കാട്ടിലേക്ക് ഇറങ്ങിയ താൻ അറിഞ്ഞില്ലേ? അത് പറയാ നീ ആരാ? ഊക്ക് തുടങ്ങി. തന്റെ ട്രാക്കിൽ ആരെങ്കിലും വീണ് ചത്തുപോയാലേ പോയി കേസെടുക്കും, അല്ലാതെ ഞങ്ങളുടെ ടെറിട്ടറി കയറി ഹീറോ നോക്കല്ലേ. സാർ സാർ, ഇത് നമ്മുടെ ഡ്യൂട്ടി അല്ല സാർ, നമുക്ക് പോവാം സാർ. അല്ല, ആക്ച്വലി ഇതിന്റെയൊക്കെ ഇടയ്ക്ക് ഞാൻ ആലോചിക്കുന്നത് ഇങ്ങേരുടെ കാര്യമാണ്. ഗാരുവിന് ഊക്ക് കിട്ടി പറന്ന് ഭൂമി വിടാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്നത് ഇങ്ങേര് മാത്രമാണ്. പോവാം സാർ. സത്യം പറഞ്ഞ എല്ലാവരുടെയും ജീവിതത്തിൽ ഇതേപോലെ ഒരു ഫ്രണ്ട് വേണം. മതി സാർ, പ്രശ്നം ഉണ്ടാക്കണം സാർ, വാ. പക്ഷെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ആ ഫ്രണ്ട് എപ്പോഴും കൂടെ ഉണ്ടാവണം എന്നില്ലല്ലോ. പിന്നല്ല, അങ്ങനെ തന്നെ ഊക്കി പൊളിക്കട ഈ കോമാളിയെ. ഇവൻ എന്നോടുള്ള പ്രശ്നം എനിക്ക് മനസ്സിലാവും. നിനക്കെന്താണ് എന്നോട് പ്രശ്നം? എന്താ പ്രശ്നം എന്നല്ലേ, അത് ഞാൻ തന്നെ പറഞ്ഞു തരാം. സ്വന്തം പേരിടാതെ അല്ലേ ഫാൻ വാറും വാണിങ്ങും പിന്നെ ആൾക്കാരെ പറ്റിക്കുന്ന ഡയലോഗ്സും. എല്ലാ കാര്യവും അത് പിന്നെ പീപ്പിൾ ഇൻ സോഷ്യൽ മീഡിയ സിക്ക് മൈൻഡഡ്. അങ്ങനെയൊന്നും ഇല്ല ശരിക്ക്. നെഗറ്റീവ് അല്ല, റോസ്റ്റിംഗ് ചാനലൊന്നും അത്ര നെഗറ്റീവ് അല്ല ആക്ച്വലി. ജലസ്. നമ്മളെ പറ്റിയല്ല. ജോബ്ലെസ്. തൂക്കി. ഭാവിയില്ലാത്തവർ. പുല്ല് ചാനൽ നിർത്തി അങ്ങ് പോയാലാ. യാതൊരു ഉപയോഗവും ഇല്ലാത്തവർ ആൻഡ് ഫ്രസ്ട്രേറ്റഡ് ലൈക്ക് യു. ഇയാൾക്ക് കാണിച്ചേരടാ പന്നം. അങ്ങനെ പ്രസന്റിലേക്ക് വരികയാണെങ്കിൽ ഗാരുവിന് ഊക്ക് കിട്ടി മര്യാദയ്ക്ക് ഇരിക്കാനും കിടക്കാനും പോലും പറ്റാത്ത സ്ഥിതിയാവും. താൻ റെയിൽവേയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി, ബാക്കിയൊക്കെ നോക്കാൻ ഞാനിവിടെ ഉണ്ട്.
അങ്ങനെ എന്തായാലും ഇതോടുകൂടെ എൻ്റെ റിവെഞ്ച് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. പക്ഷേ ഒരാളുടെ റിവെഞ്ച് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടായിരുന്നു, അതായത് ഊക്ക് കിട്ടി കിട്ടി മനസ്സ് മടുത്തിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ ലോകം ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് എന്നുള്ളത്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മനസ്സും എടുത്ത് മരവിച്ചിരിക്കുന്ന ഗാരു കാണുന്ന ഗുണ്ടകളൊക്കെ അങ്ങ് തല്ലും. അതായത് എന്തൊക്കെയോ പറഞ്ഞങ്ങ് ഇടിക്കും. ടിക്കറ്റ് എടുക്കാതെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കയറാൻ ഈ റെയിൽവേ സ്റ്റേഷൻ നിന്റെ തന്തയുടെ വകയാണെന്ന് വിചാരിച്ചോ? ടിക്കറ്റ് എവിടെ? നിന്റെ ടിക്കറ്റ് എവിടെടാ? ടിക്കറ്റ് ഇല്ലാതെ നീ റെയിൽവേ സ്റ്റേഷനിൽ കയറോ? ഇനി കയറോ? പോയി ഫൈൻ അടക്കടാ. ആൻഡ് അങ്ങനെ അതിനുശേഷം ഈ അടികൊണ്ട ഗുണ്ടകളൊക്കെ കൂടെ നേരെ ഇവരുടെ നേതാവിന്റെ അടുത്ത് പോയിട്ട് അങ്ങ് കംപ്ലൈന്റ് ചെയ്യും. മീറ്റ് ഇവരുടെ നേതാവ് മിസ്റ്റർ മെയിൻ വില്ലൻ പാമ്പ് ശിവ, ഒരു നന്മ നിറഞ്ഞൊരു പാവം ഫാമിലി മാൻ. എന്റെ അമ്മയും എന്റെ അച്ഛനെയും നീ എന്താ ചെയ്തത്? ഒരു പാവം ദൈവഭക്തൻ. ബ്രദേഴ്സും തമ്മിൽ തല്ലിയ മഹാഭാരതം. ബ്രദേഴ്സും ചേർന്ന് മറ്റുള്ളവരെ കൊന്ന അത് രാമായണം. ഇതിലൊക്കെ ഉപരി ഗുണ്ടകൾക്ക് കൊട്ടേഷൻ പൈസ കൊടുക്കുമ്പോൾ പോലും ദൈവികമായി കൊടുക്കുന്ന ഒരു നിഷ്കളങ്കൻ. വൈദവ ഈ മനുഷ്യനോടാണ് ഗാരു അടിച്ചെന്ന് പറഞ്ഞ് ഗുണ്ടകളൊക്കെ കംപ്ലൈന്റ് ചെയ്യാനായിട്ട് പോയത്. അപ്പോൾ റിപ്ലൈ നിങ്ങൾക്ക് ഊഹിക്കാലോ അല്ലേ? 10 കൊടുത്ത് ടിക്കറ്റ് എടുക്കാൻ നിനക്കൊക്കെ എന്താ ഇത്ര കേട്? കാരണമില്ലാതെ ആരും ഒന്നും ചെയ്യാൻ പാടില്ല. ഓ, ആരെങ്കിലും ഒരു നോബൽ പ്രൈസ് എടുത്ത് കൊണ്ടുവരാൻ നമ്മുടെ അണ്ണന്. വാവ്, കുറച്ച് കഞ്ചാവ് സ്മഗ്ലിംഗ് ബിസിനസ് ഉണ്ടെന്ന് ഒഴിച്ചു നിർത്തിയാൽ എന്തൊരു മാന്യനാണിങ്ങേര്. പക്ഷെ ഇതിൻ്റെയൊക്കെ ഇടക്കാണെങ്കിൽ ഊക്ക് കിട്ടി ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന നമ്മുടെ ഗാരു പോയിട്ട് അണ്ണന്റെ കഞ്ചാവ് സ്മഗ്ലിംഗ് ബിസിനസ് അങ്ങ് തടയും. ആൻഡ് അങ്ങനെ ഈ തടഞ്ഞത് കാരണം നമ്മുടെ ശിവയണ്ണന് കോടികളുടെ നഷ്ടം ഉണ്ടാവും. കാരണം ഇതൊരു ആപ്പിയൂപ്പ സെറ്റപ്പ് ഒന്നുമല്ല, റോളക്സിന്റെ ഒക്കെ പോലെ ഒരു പാൻ ഇന്ത്യൻ സെറ്റപ്പാണ്. അതായത് റോളക്സിന് തേളാണ് സിമ്പിൾ എങ്കിൽ നമ്മുടെ അണ്ണൻ അതേപോലെ ഒരു സിമ്പിൾ വരെ ഉണ്ട്. ഇത് എനിവേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, വേറെ എന്തും നമ്മുടെ ശിവാണ്ണൻ സഹിക്കും. പക്ഷേ പുള്ളിയുടെ ദൈവികമായ സ്മഗ്ലിംഗ് ബിസിനസ് തടഞ്ഞാലുണ്ടല്ലോ, അത് മാത്രം ശിവയണ്ണൻ സഹിക്കില്ല. പുള്ളി നേരെ വണ്ടിയെടുത്ത് ഗാരുവിനെ കാണാൻ ഒരു പോക്കങ്ങ് പോകും. ഓ, ഇന്നിവിടെ എന്തേലുമൊക്കെ നടക്കും. എനിക്ക് തടസ്സമായി വരുന്നത് ആരാണെങ്കിലും അവരെ ബലി കൊടുക്കാൻ എനിക്ക് യാതൊരു മടിയുമില്ല. ഇത് നിനക്ക് തരുന്ന അവസാനത്തെ വാണിംഗ. ഒരാഴ്ച കഴിഞ്ഞ ശിവപൗർണമിയാ ഇവിടെ. ഇതെന്താ കൂടോത്രോ? ഈ കൂടോത്രം ചെയ്യാൻ വേണ്ടിയായിരുന്നു അണ്ണാ നിങ്ങൾ ഇത്രയും നേരം വണ്ടിയൊക്കെ ഓടിച്ച് ഇവിടെ വന്നത്? എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, വല്ല മാസ് ഡയലോഗ് വല്ലതും ഉണ്ടെങ്കിൽ പറ. ലക്ഷ്മണൻ എന്ന് വെച്ചാ രാമന്റെ ബ്രദർ അല്ലേ? അതൊക്കെ പോട്ടെ, ആരും ശിവണ്ണനെ കളിയാക്കാൻ നിൽക്കണ്ട. കാരണം ഈ കഥ മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ. ഇതൊക്കെ കഴിഞ്ഞ് ഭക്തിയൊക്കെ വിട്ട് അണ്ണൻ നേരെ ഗാരുവിന്റെ റെയിൽവേ സ്റ്റേഷനിലെ ഓഫീസിലേക്ക് ഒരു പോക്കുണ്ട്. അതും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒന്നുമല്ല. പുള്ളി നേരെ ഗാരുവിന്റെ ഓഫീസിലേക്ക് ഇടിച്ചു കയറിയിട്ട് അങ്ങ് പറയും, ഞാനാണ് ഈ സ്മഗ്ലിംഗ് ഒക്കെ ചെയ്തത്. ഉഫ്, ഇച്ചാതി മാസ്. സുബു സാർ, ട്രെയിനിൽ കഞ്ചാവ് ട്രാൻസ്പോർട്ട് ചെയ്ത അതിന് എന്താടോ പേര്? സ്മഗ്ലിംഗ് സാർ. ഓ, ഇത് മാസ് മാറി ആയല്ലോ അണ്ണ. ബൈ ദ വേ, എന്തായാലും അണ്ണന് പെട്ടെന്ന് തന്നെ ജാമ്യമൊക്കെ കിട്ടും. ഹേയ്, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാനൊന്നും സ്മഗിൾ ചെയ്തിട്ടില്ല. ഓ, ചെയ്തിട്ടില്ലേ? എന്നാ ഇറങ്ങിപ്പോക്കോ. എന്തായാലും ജാമ്യമൊക്കെ കിട്ടിയിട്ട് എന്ത് കാര്യം? നാറി നാണം കിട്ടില്ലേ? പോടാ. ഇവനെതിരെ ഒരു പൂജ സുനിശ്ചിതം. അങ്ങനെ ഇതോടുകൂടി ഈ സിനിമയിലെ ചെറിയ സ്മഗ്ലിംഗ് പ്രശ്നങ്ങളൊക്കെ തീർന്നിരിക്കുകയാണ്. ഇനിയാണ് ഇതിലെ വലിയ പ്രശ്നങ്ങൾ വരുന്നത്, ഗാരുവിന്റെ പെണ്ണ് കേസ്. അല്ല, പെണ്ണ് കിട്ടാതെ കേസ്. കിട്ടാതെ വിട്ടുപോയി. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, 60ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോകുന്ന ഗാരുവിന് ഇതുവരെയായിട്ടും പെണ്ണ് കിട്ടിയിട്ടില്ല. ഇത്രയും വയസ്സായിട്ടും ഗാരുവിന് പെണ്ണ് കിട്ടാതെ എനിക്ക് വിഷമമൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനെ പെണ്ണ് കാണാൻ പോയിട്ട് പറയുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ എങ്ങനെ പെണ്ണ് കിട്ടും? വൈഫിൽ നിന്ന് എന്താ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്? മര്യാദയ്ക്ക് ആഹാരെങ്കിലും കഴിക്കാന്ന് വെച്ചിട്ടാ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. ആ ഉണ്ണിയപ്പം താനല്ലേ ഉണ്ടാക്കിയത്? അതോ അമ്മ ഉണ്ടാക്കിയിട്ട് തന്റെ പേര് പറഞ്ഞതാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ എന്നെ തനിക്ക് ഇഷ്ടപ്പെട്ടോ? എന്തായാലും ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഗാരുവിന് എന്താ പെണ്ണ് കിട്ടാത്തതെന്ന്. ആട്ടെ, കുട്ടിക്ക് IPL-നോട് അങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടോ? ഇൻട്രസ്റ്റ് ഉണ്ട്. ഏതാ ടീം? RCB. ആ ബന്ധം നമുക്ക് വേണ്ട ഗാരു. RCB പോലും. എനിവേ, ഇങ്ങനെയൊക്കെ പെണ്ണ് കിട്ടാത്ത അവസ്ഥയാണെങ്കിലും നമ്മുടെ ഗാരു എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ബാച്ചിലർ ലൈഫ് എൻജോയ് ചെയ്തിട്ട് ഇപ്പൊ കല്യാണം നോക്കുന്നേ ഉള്ളൂ. ഈ പ്രായത്തിലൊക്കെ ഇനി പെണ്ണിട്ടൊന്നും തോന്നുന്നുണ്ടോ സാർ? ഇങ്ങനെ ഈ ചോദിച്ച ചോദ്യം തന്നെയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഇത്രയൊക്കെ പ്രായമായിട്ട് ഇനി പെണ്ണ് കിട്ടാൻ കുറച്ച് പണിയല്ലേ ഗാരു, അതും ഈ സ്വഭാവമൊക്കെ വെച്ച്. അപ്പോഴാണ് നമ്മുടെ ഗാരു ഒരു പരിപാടി ഇങ്ങ് ചെയ്യുന്നത്. കല്യാണാലോചനയ്ക്ക് പെണ്ണിനെ നോക്കുമ്പോൾ ഏജ് ഫിൽറ്റർ എടുത്തങ്ങ് മാറ്റും. കയ്യിലെന്താ ബുക്സ് ഒക്കെ? സ്റ്റുഡന്റ് ആണോ? അപ്പോൾ സ്റ്റുഡൻറ്റും ആണെന്ന് വിചാരിച്ചിട്ടാണോ നിങ്ങൾ? എൻ്റെ പൊന്നെണ്ണ, ദിസ് ഈസ് ഡയബോളിക്കൽ. ഒരു കണക്കിന് നോക്കി അങ്ങനെ എന്തേലും ആവട്ടെ. എന്തായാലും ഗാരുവിന് പെണ്ണെങ്കിലും കിട്ടിയല്ലോടെ. പേരെന്തായിരുന്നു? എൻ്റെ പൊന്നു ഗാരു, എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ കല്യാണം വരെ വാ തുറക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. തുളസി. തുളസി.
അതായത് കഞ്ചാവ് തോട്ടത്തിലെ തുളസി ചെടിയാണിത്. തുടങ്ങി. ഇത് കല്യാണം വരെ പോകും തോന്നുന്നില്ല. ആ തുളസി. അങ്ങനെ എന്തായാലും പിന്നെ ഇതിന് ശേഷം ശ്രീലീലയ്ക്ക് വേണ്ടി ട്രെയിൻ പിടിച്ചിടലായി. ഇനി ഇങ്ങനെ ലേറ്റ് ആവുകയാണെങ്കിലേ ടെൻഷൻ അവിടെ ഒരു കാര്യമില്ല. തുളസി വരുന്നവരെ ട്രെയിൻ ഇവിടെ തന്നെ കാണും. ഡ്യൂപ്ലിക്കേറ്റ് ഇന്ത്യൻ കഴിവറടാ മോനെ. പിന്നെ പാട്ടായി. യൗവനോ? അത്രയും വലിയ ബന്ധങ്ങളിലേക്കൊക്കെ പോണോ മിസ്റ്റർ ഗാരു? അങ്ങനെ എനിവേ എന്തായാലും ഇവര് തമ്മിൽ പിന്നെ കടുത്ത പ്രേമത്തിലാവും. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും തോന്നുന്നുണ്ടാവും ഇയാൾ എങ്ങനെയാണ് ശ്രീലീല ഇഷ്ടപ്പെട്ടതെന്ന്. കാരണം ഫസ്റ്റ് തന്നെ നമ്മുടെ ഗാരുവിന് ബുദ്ധിയില്ല. കുത്തിടേണ്ടടുത്ത് കോമ ഇട്ടു, കോമ ഇടേണ്ടടുത്ത്. സെക്കൻഡ് ആയിട്ട് ഗാരുവിന്റെ റിസിനെ പറ്റി ഞാൻ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. അതായത് കഞ്ചാവ് തോട്ടത്തിലെ തുളസി ചെടിയാണിത്. പിന്നെ ഇതൊന്നും പോരായിട്ട് ശ്രീലീലയുടെ തന്തയുടെ തന്തയാവേണ്ട പ്രായവും. കയ്യിലെന്താ ബുക്സ് ഒക്കെ? സ്റ്റുഡന്റ് ആണോ? പക്ഷെ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം എന്ന് വെച്ചാൽ അങ്ങ് 90s തൊട്ട് ഇപ്പൊ വരെ പെണ്ണുങ്ങളെയൊക്കെ ഫ്ലാറ്റ് ആക്കാൻ പറ്റുന്ന ഒരു കഴിവ് നമ്മുടെ ഗാരുവിനുണ്ട്. അതെ, നമ്മുടെ ഗാരു ഒരു പ്രൊഫഷണൽ സിംഗറാണ്. എല്ലാവരും വന്നോളിട്ടാ, വന്നിട്ടങ്ങ് കേറി നിന്നോ. ഇടനെഞ്ചിൽ വച്ചിടാം ചിരിയും കളിയും. ഇവിടേക്ക് വന്ന നേരം ലൈറ്റായി ചെയ്തതൊക്കെ ലവ്, പ്രേമം, കാമം, കോപം, നേര്, പോര്, അല്ലി ലില്ലിയേ. കണ്ടില്ലേ ഞാൻ പെണ്ണിനെ ഇംപ്രസ് ചെയ്തത്. ബൈ ദ വേ, ഈ പാട്ടിലെ ബാക്കി ലിറിക്സ് ഒന്നും അങ്ങനെ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. കാരണം പുറകിൽ ശ്രീലീലയുടെ 5 സെക്കൻഡിൽ 1000 എക്സ്പ്രഷൻ ഇടുന്ന ഒരു ചലഞ്ച് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ശ്രദ്ധ മൊത്തം അതിലായിരുന്നു. എന്തായാലും അതൊക്കെ പോട്ടെ. അങ്ങനെ ഈ പാട്ടിന്റെ നടുക്കാണ് വേറൊരു സംഭവം നടക്കുന്നത്. അതായത് ശ്രീലീലയുടെ ചേച്ചിയെ നമ്മുടെ വില്ലൻ ഉണ്ടല്ലോ, പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ശ്രീലീലയുടെ ചേച്ചിക്കാണെങ്കിൽ ഇയാളെ ഒട്ടും ഇഷ്ടമേ അല്ല. അതെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം പുള്ളി വളരെ നല്ലൊരു മനുഷ്യനാണ്, ദൈവവിശ്വാസിയാണ്, കള്ളുകൂടിയില്ല, സിഗരറ്റ് വലിയില്ല, സ്മഗ്ലിംഗ് ബിസിനസ് ഉണ്ട്. പക്ഷേ അതൊക്കെ ഒരു പ്രശ്നമാണ്. അങ്ങനെ ഇഷ്ടപ്പെടുന്ന വേണ്ടി തിരിച്ച് ഇഷ്ടപ്പെടാതിരിക്കുമ്പോൾ ലോകത്ത് ഏതൊരാണും ചെയ്യുന്ന പോലെ പുള്ളിക്കാരൻ ശ്രീലീലയുടെ ചേച്ചിയെ തട്ടിക്കൊണ്ടുവന്ന് വീട്ടിൽ കെട്ടിയിടും. വീടിന്റെ നടുവിൽ മരോ? CSK ഫാനാണല്ലേ? അങ്ങനെ എനിവേ ചേച്ചിയെ വില്ലന്റെ വീട്ടിലെ മരത്തിൽ കെട്ടിയിട്ടിരിക്കുന്ന കാര്യം ശ്രീലീല നമ്മുടെ ഗാരുവിനോട് അങ്ങ് പറയും. അടുത്ത ശിവപൗർണമി ദിവസം അവൻ എന്റെ മോളെ കല്യാണം കഴിക്കാൻ പോവാന്ന്. ശിവപൗർണമി ദിവസം? ഇത് ആരടാ ഇത്? വൈദവേ, എന്തായാലും മരത്തിൽ കെട്ടിയിട്ട് കല്യാണം കഴിക്കുന്നതിൽ ശിവൻ നല്ല ഹാപ്പി ആയിരിക്കും അണ്ണാ. എനിവേ, ഈ കഥയൊക്കെ കേട്ട ശേഷം രോഷാകുലനായ ഗാരു നമ്മുടെ ഭക്തനെ വിളിച്ചിട്ട് അങ്ങ് പറയും, ഇന്ന് മുതൽ ഒരു ദിവസം പോലും നിനക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റില്ല. ഇതേപോലെയാണോ ഗാരു? അങ്ങനെ മോളുടെ പ്രായമുള്ള ശ്രീലീലെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി, കൊച്ചുമോളുടെ പ്രായമുള്ള ശ്രീലീലെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി, അതായത് ഞാൻ പറഞ്ഞു വന്നത് മരത്തിൽ കെട്ടിയിട്ട് ഒരു പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഗാരുവണ്ണം വില്ലന്റെ വീട്ടിലേക്ക് അങ്ങ് പോകും. അതും മാസമായിട്ട്. എന്തായാലും ഇത്രയും മാസമൊക്കെ കാണിച്ചല്ലേ, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ലല്ലോ. ഗാരു നേരെ CSK കാരുടെ അടുത്ത് നിന്ന് ശ്രീലീലയുടെ ചേച്ചിയെ വളരെ സിമ്പിളായിട്ട് രക്ഷിച്ചിട്ട് ഇങ്ങ് വരും. ഒരു ബന്ധവുമില്ലാതെ നീ ഇത്രയും വലിയൊരു സഹായം ചെയ്തേ. ആ കൈതി അങ്ങ് പറയണ സംബന്ധം ഒരു ബന്ധുവില്ലെന്ന് ആര് പറഞ്ഞു? നിങ്ങൾ രണ്ടാമത്തെ മോളെ എനിക്ക് കെട്ടിച്ചാ? അയ്യേ, ഇയാളിതൊരു മാതിരി. അങ്ങനെ കുറെ കാലം വില്ലന്റെ വീട്ടിൽ കെട്ടിയിട്ടിരുന്ന ചേച്ചിയെ കണ്ട സന്തോഷത്തിൽ ശ്രീലീല നേരെ പോയിട്ട് ഗാരുവിന്റെ കൂടെ ഒരു ഐറ്റം ഡാൻസ് അങ്ങ് കളിക്കും. സെറ്റിംഗ് ഒക്കെ കണ്ടിട്ട് നല്ല കൂറപ്പാട്ടാന്ന് തോന്നുന്നു. ഈ വീഡിയോയുടെ ലെങ്ത് ഞാൻ കുറെ കൂട്ടും. ഈ പാട്ടിന് റിതുമില്ല, കഥയുമില്ല, പദവുമില്ല, അർത്ഥവുമില്ല, താളവുമില്ല, കേട്ടിരുന്നാൽ ഒന്നുമില്ല. സെൽഫ് നോക്കോ? അപ്പൊ ഞാനെന്തിന്? പാട്ടിന് സ്കെയിലുമില്ല, പെണ്ണുമില്ല, പേപ്പറുമില്ല, താളമില്ല, അർത്ഥവുമില്ല, തോന്നിയ പോലെ പുല്ല് കൊണച്ച പാട്ട്. എനിക്കിതിനെ പറ്റി ഒന്നും പറയാനില്ല. അതുകൊണ്ട് തന്നെ 2 മിനിറ്റ് നമ്മുടെ വില്ലനെ പറ്റി സംസാരിക്കാം. കാരണം പുള്ളിയുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഗാരു വീട്ടായം തന്നെ ഇങ്ങനെ സ്മഗ്ലിംഗ് ബിസിനസ് അങ്ങ് പൂട്ടിച്ചു. പിന്നെ അടുത്തതായിട്ട് പാവത്തിന്റെ ലവ് ഓഫ് ദ ലൈഫിന്റെ കെട്ടൂരി വിട്ടു. ആരായാലും ഇതൊന്നും സഹിക്കില്ല. എന്തായാലും നമ്മുടെ അണ്ണൻ ഇപ്പോൾ ഒരു വൻ റിവെഞ്ച് പ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. എന്റെ അമ്മോ, ഇങ്ങേരിത് എനിക്കിതൊന്നും കാണാൻ വയ്യ. ആ പാട്ട് തന്നെ മതി. ഹിറ്റാക്കി നീയാളങ്ങ് പറഞ്ഞാൽ മതിയാ. അല്ല, എവിടാണ് ഈ പാട്ട് ഹിറ്റ്? ഇത് കുറെ നേരമല്ല ഹിറ്റ് സോങ് അല്ല. എത്ര വ്യൂസ് ഉണ്ട് ഇതിന്? എന്തായാലും നിന്റെ ചാനലിലെ വീഡിയോനേക്കാൾ വ്യൂസ് ഉണ്ട്. അല്ല, എന്റെ ഒരു ഷോർട്ട് വീഡിയോന് ഈ പാട്ടിനേക്കാൾ വ്യൂസ് ഉണ്ടല്ലോ. പക്ഷെ നമ്മളിങ്ങനെ അത് പറഞ്ഞുകൊണ്ട് നടക്കാറൊന്നുമില്ല. ഏത് അങ്ങനെ ഇവന്മാർ നാട്ടിലാരും കേൾക്കാത്ത പാട്ട് ഹിറ്റാണേ എന്നൊക്കെ പറഞ്ഞു നടക്കുന്നതിൻ്റെ ഇടയിൽ വേറൊരു സംഭവം നടക്കും. അതായത് ഗാരു നേരത്തെ ഇങ്ങനെ സ്മഗ്ലിംഗ് ബിസിനസ് അങ്ങ് തടഞ്ഞിരുന്നല്ലോ. അപ്പൊ ഇതിന്റെയൊക്കെ ഇടയിൽ അതിന് റിവെഞ്ച് എടുക്കാൻ വേണ്ടി നമ്മുടെ ഭക്തി വില്ലന്റെ ബോസ് മുംബൈയിൽ നിന്ന് അങ്ങ് വരും. വൺ ആൻഡ് ഓൺലി
ഡ്രഗ് കാർട്ടൽ ലോഡ്. പാത്രോ എനിവേ അങ്ങനെ ഈ പാത്രം വന്ന് ഗാരുവിന്റെ മുത്തശ്ശനെ അങ്ങ് കൊല്ലും ഫസ്റ്റ് തന്നെ. ഈ വിവരം അറിഞ്ഞതും നമ്മുടെ ഗാരു നേരെ നാട് മൊത്തമായി അമ്മമാര് ചേച്ചിമാര്. എന്റെ പൊന്നളിയാ സമ്മതിച്ച ആ പാട്ട് ഹിറ്റ് തന്നെ. ഇതൊന്ന് തീർത്ത് വന്ന് ക്ലൈമാക്സ് ഒന്ന് തീർത്ത് കാടെ. അങ്ങനെ ഗാരുവിനെ ചെറുപ്പം തൊട്ട് എടുത്തു വളർത്തിയ മുത്തശ്ശനെ കൊന്നതറിഞ്ഞ ഇങ്ങേര് നേരെ റിവെഞ്ചിനായിട്ട് മാസമായിട്ട് വില്ലന്മാരുടെ അടുത്തേക്ക് അങ്ങ് പോവും. അങ്ങനെ ഗാരു മാസമായിട്ട് പോയി നോക്കുമ്പോണ്ടാ ഒരുത്തനാണെങ്കിൽ സ്കൂൾ അസംബ്ലിക്ക് പോയപോലെ അങ്ങ് നിന്ന് കളയും. ഹലോ പാത്രം, നമുക്ക് ഫൈറ്റ് ചെയ്യണ്ടേ? ഇയാളിത് ഇയാളെ ഇവിടെ എന്തായാലും നമ്മുടെ ശിവാണൻ കൂടെ ഇവിടെ ഉണ്ടല്ലോ. പുള്ളി എന്താ പരിപാടി? എന്റെ അമ്മോ. ബൈ ദ വേ എല്ലാരും കൂടെ ഇങ്ങനെ എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മെയിൻ കോമാളി വെറുതെ ഇരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതെ, നമ്മുടെ ഗാരുവും എന്തൊക്കെയോ കാണിക്കും. അങ്ങനെ എനിവേ അരമണിക്കൂർ ബിൽഡപ്പിന് ശേഷം ഈ കോമാളികളുടെ 5 മിനിറ്റുള്ള ഫൈറ്റും തുടങ്ങും. ഓക്കെ, അങ്ങനെ ഈ പടവും കഴിഞ്ഞ് എന്തായാലും അമ്പലത്തിൽ വെച്ച് നിര്യാതനാകാൻ പറ്റിയതിൽ ശിവണ്ണ ഹാപ്പിയാന്ന് തോന്നുന്നു, അല്ലേ ബ്രോ? ഗാരു, ഇനി എന്തൊക്കെയാണ് ഇനി നിങ്ങളുടെ പരിപാടികൾ? ഹണിമൂണിന് പോയാലോ? അടിപൊളി. അപ്പോൾ ഓക്കെ, ബൈ.